ഇപ്പൊ കുറച്ച് ദിവസങ്ങളായിട്ടുണ്ട് ഫേസ്ബുക്കിലും വാട്സപ്പിലും നമ്മളെ യൂട്യൂബിലൊക്കെ കാണുന്ന ഒരു പ്രശ്നം കാന്തപുരം AP അബൂബക്കർ ഉസ്താദ് വിതുമ്പി എന്നുള്ളതാണ് പ്രശ്നം. ഈ ഉസ്താദ് വിതുമ്പാനുള്ള ഒരു കാരണം, കാലങ്ങൾക്ക് മുമ്പ് ഉസ്താദ് സംസ്ഥയിൽ നിന്ന് പോന്ന ഒരു കാലഘട്ടം വീണ്ടും ഓർത്തു. ആ സമയത്താണ് ഉസ്താദ് പെട്ടെന്ന് പൊട്ടിത്തെറിച്ച് വിതുമ്പിയത്. സ്വയം അനുഭവിച്ച ചില കാര്യങ്ങൾ ഇതൊക്കെ ഓർക്കുമ്പോൾ ഉസ്താദ് പൊട്ടിക്കരയും. അത്രത്തോളം അനുഭവിച്ചിട്ടുണ്ട് ഈ ബഹുമാനപ്പെട്ട ഉസ്താദ്. ഇവിടെ എന്തുകൊണ്ടാണ് ആ കാലഘട്ടത്തിൽ സംസ്ഥയിൽ നിന്ന് പോകുന്നതെന്ന് ചോദിച്ചാൽ, ഒരു കാലത്തും സുന്നികളെ അംഗീകരിക്കാത്ത ഈ വഹാബികളേക്ക് ഞങ്ങൾ കൂട്ടില്ല. അത് ഉസ്താദ് പറഞ്ഞിട്ടുള്ളൂ. അതിമപ്പിന്നും പല രൂപങ്ങളും പല കോലങ്ങളും പല വാക്കുകളും ഒക്കെ ഇവിടെയുള്ള വഹാബികളും ഇവിടെയുള്ള മുസ്ലിം ലീഗുകാരും ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ അതിലൊന്നും ഒരു കഥയില്ല. ഉസ്താദ് ഒന്നും പറയണ്ട, ഒന്നും പറയണ്ട. ഉസ്താദിന്റെ അനുയായികളും പറയണ്ട് ഞങ്ങൾ വഹാബികളായിട്ട് കൂട്ടില്ല. ഇപ്പോഴും പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട്, ഇനിയും പറയും. അതെന്താണ്? മത അടിസ്ഥാനത്തിൽ ആശയപരമായിട്ടുള്ള ഒരു തെറ്റ്, അതുകൊണ്ടാണ്. പക്ഷെ അത് മനസ്സിലാക്കാതെ ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരി വെറും ഉസ്താദിനെ തെറി പറയാൻ നടക്കുകയാണെന്ന്. ഉസ്താദ് വിതുമ്പി എന്ന ഒരു പോസ്റ്റിന്റെ അടിയിൽ വന്ന കമന്റ് ഇങ്ങനെ വായിച്ചു കാണാം. ഞാൻ ആ കമന്റുകളൊക്കെ കൂടുതൽ പരിശോധിച്ചു. ഒരു 100% ആണും പെണ്ണും കേട്ട ശിഖണ്ഡ്യ കമന്റ് ഉണ്ട്. കള്ളൈഡിയിൽ കമന്റ് ചെയ്ത് വിട്ടു. അത് ആണും പെണ്ണും കെട്ടവന്റെ കമന്റുകളായിരിക്കും. പക്ഷെ ബാക്കിയുള്ള ഒരു 70% കമന്റും വായിക്കുമ്പോൾ കൂടുതൽ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരതാണ് ഈ ഉസ്താദിനെ ആക്രമിക്കുക. കാരണം എന്താണെന്നറിയോ? എന്താണ്? ഉസ്താദ് ലീഗല്ല. ഉസ്താദ് ലീഗല്ലാത്തവർ സ്വർഗത്തിലല്ല. ഉസ്താദ് കള്ളുടിയനാണ്, ഉസ്താദ് മറ്റവനാണ്, ഉസ്താദ് വ്യഭിചാരിയാണ്. കാന്തപുരം എന്നല്ല കാന്തമതം, ഇതൊക്കെയാണ് വഹാബി ലീഗാരോട് പറഞ്ഞാക്കി കിടക്കുന്നത്. എന്നാ ഈ ഉസ്താദ് പുത്തിരിണ്ടോ? ഉസ്താദ് വീണ്ടും ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് മുത്തഅല്ലിമീങ്ങളെ, ലക്ഷക്കണക്കിന് യതീം കുട്ടികളെ ഉസ്താദിന്റെ പേരിൽ അങ്ങനെ വന്നുകൊടുക്കുകയാണ്. എന്നാൽ ഇതൊക്കെ കാണുമ്പോൾ ലീഗിന് വീണ്ടും ഇയാളുടെ ദേഷ്യം പേരാണ്. പിന്നെ ബഹുമാനപ്പെട്ട പാണക്കാട് തങ്ങളെ ഒരു പത്രസമ്മേളനം കണ്ടു. ഐക്യത്തിന് പാണക്കാട് തറവാട്ടിലാണ് ഇരിക്കല്. എല്ലാരും ഇരുത്താനൊരു പാരമ്പര്യമുണ്ട് പാണക്കാട് തങ്ങന്മാർക്ക് എന്നാണ് തങ്ങൾ പറയുന്നത്. ഐക്യത്തെ കുറിച്ചിപ്പോ കഴിഞ്ഞ 1-2 ആഴ്ചയായിട്ട് സജീവമായിട്ട് ചർച്ചകൾ നടക്കുന്നുണ്ട്. ജിഫ്രി തങ്ങൾ ആദ്യം അതിന്റെ ഒരു ആഹ്വാനം നടത്തി. ഇന്നലെ ആദരണീയനായ കാന്തപുരം ഉസ്താദ് അവர்களுം അനുകൂലമായിട്ട് തന്നെയാണ് പ്രതികരിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏറ്റവും എല്ലാ നന്മകളോടൊപ്പവും നിൽക്കുന്നവരാണ് നമ്മള് മാറി നിൽക്കില്ലല്ലോ, നമ്മളെ മാറ്റി നിർത്താനും പറ്റില്ല. നിലവിൽ ചർച്ചയുടെ ഭാഗം അല്ലെങ്കിലും ഭാവിയിൽ ചർച്ചയുടെ ഭാഗമാവും അല്ലേ? ഈ ഐക്യ ശ്രമങ്ങൾ ഉണ്ടാകുമ്പോഴൊക്കെ തന്നെ അതിൽ ഞങ്ങളോട് അഭിപ്രായങ്ങൾ എല്ലാ വിഭാഗവും ചോദിക്കാറുണ്ട്. അതങ്ങനെയാണ്. പ്രത്യേകിച്ച് ഞങ്ങളൊരു പ്ലാറ്റ്ഫോമാണല്ലോ. സമൂഹത്തിന്റെ എല്ലാ തലങ്ങളിലും ഉള്ളവരെ വിളിക്കാനും അവരൊക്കെ ചേർത്തിരുത്താനും ഒക്കെ പാരമ്പര്യമായിട്ട് തന്നെ അങ്ങനെ ഒരു നിയോഗമുള്ളവരാണ്. ബഹുമാനപ്പെട്ട തങ്ങളെ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്നറിയോ? ഇതൊക്കെ ഇപ്പോഴെങ്കിലും പറഞ്ഞിട്ടില്ലേ പിന്നെ എന്നതൊക്കെ പറയാം. ഇവിടെ ഈ കാന്തപുരം വിഭാഗത്തിനെ കൊന്നും കൊല വിളിച്ചും തെറി വിളിച്ചും കോലം കത്തിച്ചും മയ്യത്ത് കത്തിച്ചും എത്ര 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 മുസ്ലിം ലീഗിന്റെ പ്രകടനത്തിൽ ആഹ്ലാദിച്ചു. ഒരു വട്ടെങ്കിലും ഈ തങ്ങളത് പാടില്ല എന്ന് തങ്ങളെ നാവുകൊണ്ട് പറഞ്ഞു. ബഹുമാനപ്പെട്ട വലിയ തങ്ങളെ മരണശേഷം എവിടെങ്കിലും ഏതെങ്കിലും തങ്ങന്മാര് പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾ ഒരിക്കലും ഈ കാന്തപുരത്തിനെ കുറ്റം പറയരുത്, തെറി വിളിക്കരുതെന്ന്? ഇവിടെ പടച്ചോ മുസ്ലിം സമുദായത്തിനെ പടച്ചപ്പോഴേ ഖുർആനിലൂടെ അള്ളാഹ് തെറ്റും ശരിയും തന്നിട്ടുണ്ട്. നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ്, ഇങ്ങനെ ചില നന്മകളും റബ്ബ് തന്നിട്ടുണ്ട്. ഇവിടെ 24 മണിക്കൂറും പള്ളിന്റെ ഉള്ളിൽ നിസ്കരിച്ച് ഓതി ലക്ഷക്കണക്കിന് മുത്തഅല്ലിമീങ്ങളെ വാർത്തെടുത്ത്, ലക്ഷക്കണക്കിന് പണ്ഡിതന്മാരെ വാർത്തെടുത്ത് 10,000-കണക്കിന് കോളേജുകൾ ഉണ്ടാക്കി. ഇവിടെ ഇസ്ലാമിന്റെ നന്മകള് അത് പ്രവൃത്തിയിലൂടെ മുസ്ലിം സമുദായത്തിന് കാണിച്ചു തന്ന കാന്തപുരം തെറ്റുകാര്. പലിശക്ക് വാങ്ങുക, കുതുകാല് വെട്ടുക, ചതിക്കുക, വഞ്ചിക്കുക, എല്ലാ തമ്മാഴ്ത്തരം ഉള്ള രാഷ്ട്രീയ പാർട്ടിക്കാർ സ്വർഗം. 24 മണിക്കൂർ പള്ളിന്റെ ഉള്ളിൽ കുത്തിരുന്ന് ഇബാദത്ത് ചെയ്യുന്ന മുത്തഅല്ലിമീങ്ങൾക്കും പണ്ഡിതന്മാർക്കും നരകം. അത് ഉണ്ടാക്കുന്നത് ആരാണെന്നോ? ഇവിടെയുള്ള മുസ്ലിം ലീഗുകാരും വഹാബികളും. ഉളുപ്പുണ്ടെങ്കിൽ ഉളുപ്പ് എന്ന് പറഞ്ഞ സാധനം തടിമണ്ട ലീഗുകാരെ. ഈ ലീഗിന്റെ നേതാവ് 4 മന്ത്രിമാരില്ലേ ഇന്നത്തെ KM ഷാജിന്റെ പത്രസമ്മേളനമൊക്കെ കാണണമെങ്കിൽ
ഇവിടെ മോഡിന്റെ എംബ്ലം നിങ്ങൾ കേരളം തന്നെ വി.ഡി. സതീശന്റെ ഒപ്പം കൂടി BJP RSSന് വിറ്റ് മുടിച്ച് നാക്കി തിന്ന് ഒരു ഉളുപ്പില്ല നടക്കുന്ന ലീഗരോട് പറയാനുള്ളത് എന്താണെന്നറിയോ? ഇവിടെ 24 മണിക്കൂറും അള്ളാഹ്ക്ക് വേണ്ടി ആരാധിക്കുന്ന പണ്ഡിതന്മാരെ തെറി പറയാൻ നടക്കരുത്. അത്ര മാത്രമേ കൂടി ഈ സമയത്ത് പറയാനുള്ളൂ.